പ്രിയമുള്ളവരെ, ബന്ധങ്ങൾ എന്ന് പറയുന്ന ഒരു വലിയ അനുഗ്രഹമാണ്. പ്രത്യേകിച്ചും നല്ല സ്നേഹബന്ധമുള്ള കുടുംബം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ബന്ധങ്ങൾ എന്ന് പറയുന്നത് ഇത് ഭയങ്കരം പവർഫുൾ ആണ്. ഇവിടെ ചില ഒരു വിഷയം, ബന്ധങ്ങള് അമിതമായ സ്നേഹവും ശ്രദ്ധയും ബന്ധവും ഒക്കെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നിടത്ത് വലിയ പ്രശ്നമായിട്ടും വലിയ ബന്ധനങ്ങളും നമ്മൾ സൃഷ്ടിക്കുന്നുണ്ട് കുടുംബങ്ങളിലൊക്കെ എന്നത് ഒരു എടുത്തു പറയേണ്ട കാര്യമാണ്. നമ്മൾ ശ്രദ്ധയിൽ വന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് കൗൺസിലിംഗ്, ഫാമിലി കൗൺസിലിങ്ങിലൊക്കെ പലരുടെയും പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാകുന്ന ചില വിഷയങ്ങൾ മാത്രമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ. ബന്ധങ്ങൾ എങ്ങനെ നമുക്ക് വളരെ സന്തോഷകരമാക്കി മാറ്റാം, നമ്മളെ ബന്ധനങ്ങളിൽ എങ്ങനെ കുടുങ്ങാതെ പോകാം എന്നതിലേക്ക് ചില സൂചനകൾ മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും സ്നേഹവും സന്തോഷവും വിളയാടി നിൽക്കുന്ന കുടുംബങ്ങളിലാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ പലപ്പോഴും രൂപപ്പെട്ടു വരാറുള്ളത്. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, ഏറെ സ്നേഹിക്കുകയാണ്. ഒരുപക്ഷെ എന്നെക്കാട്ടിലും ഞാന് എൻ്റെ ബാക്കിയുള്ളവരെ സ്നേഹിച്ച് അവരുടെ ഉയർച്ചയും വളർച്ചയും ഞാൻ തന്നെ സ്വപ്നം കണ്ട് അവർക്ക് വേണ്ട തീരുമാനങ്ങളും അത്രയും ഞാൻ തന്നെ എടുത്തു കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നം, എന്നെ ഏറ്റവും അധികം ഞാൻ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതേസമയം ഓരോ വ്യക്തികൾക്കും അതേ കപ്പാസിറ്റി ഉണ്ട് എന്ന് യഥാർത്ഥം കൂടി ഞാൻ മനസ്സിലാക്കിയില്ലെങ്കിലുള്ള പ്രശ്നം, എൻ്റെ ഇഷ്ടങ്ങൾ അത്രയും ഞാൻ മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കാൻ നോക്കുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ ചില തീരുമാനങ്ങൾ നിർദ്ദേശിക്കുമ്പോൾ അവർക്ക് അത് ഉചിതമാണോ എന്ന് സൂക്ഷ്മമായി പരിശോധിക്കാതെയാണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ അതവിടെ വലിയ വിള്ളലുകൾ ഉണ്ടാക്കും, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. മറ്റുള്ളവരുടെ ഈ ബന്ധം നമുക്ക് ബന്ധനമായി മാറുകയും ചെയ്യും. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ ആരോടുള്ള ഇഷ്ടം കൊണ്ടാണ് എന്ത് തീരുമാനങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി എടുക്കുന്നത് എങ്കിൽ അവരിലും ആ കപ്പാസിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കി അവരിൽ ചില സവിശേഷതകൾ ഉണ്ട്, അവരിൽ ചില അഭിരുചികളുണ്ട്, താല്പര്യങ്ങളുണ്ട്, കഴിവുകളുണ്ട്. അതിനെ തിരിച്ചറിഞ്ഞ് അവനവൻ തന്നെയാണ് അവനവന്റെ ജീവിതത്തിൽ സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കേണ്ടത്. അങ്ങനെ എടുക്കാൻ നമ്മൾ അനുവദിച്ചു കൊടുക്കുകയാണ് ശരിക്കും സ്നേഹം എന്ന് ആണ് വളരെ കാതലായ ഒരു വശം. ഇത് ചെയ്യാതെ പോയാൽ ദുരന്തവും ദുരിതവുമാണ്. കാരണം ഞാൻ വേറൊരാൾക്ക് വേണ്ടി എടുക്കുന്ന തീരുമാനം അദ്ദേഹത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അത് അനുകൂലമല്ലാതെ വരുമ്പോൾ ഈ ബന്ധങ്ങൾ അവിടെ കോൺഫ്ലിക്റ്റ് ആവുകയാണ്. അത് അപ്പോൾ മാത്രമല്ല, നമ്മളായിട്ട് എടുക്കുന്ന തീരുമാനങ്ങൾ അത്രയും ഈ പറയുന്ന നമ്മൾ ആർക്ക് വേണ്ടിയാണോ തീരുമാനം എടുത്തു കൊടുത്തത് അവരും സഫർ ചെയ്യുന്നു, അവര് ദുരിതം അനുഭവിക്കുന്നു. അത് അവരവരുടെ ജീവിതത്തിൽ ഫെയിൽ ആവുമ്പോൾ ഈ തീരുമാനം എടുത്തു കൊടുത്ത വ്യക്തിയും ദുരിതം അനുഭവിക്കേണ്ടി വരുന്നു. ഇത് വളരെ പ്രധാനമായി നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മളെ ബന്ധങ്ങൾ ബന്ധനങ്ങളാവാൻ നമ്മൾ അനുവദിക്കരുത്. ഓരോരുത്തരുടെയും കപ്പാസിറ്റി അവനിൽ തന്നെ ഒളിഞ്ഞു കിടക്കുക. അതിനെ അനലൈസ് ചെയ്ത് അപഗ്രഥിക്കാൻ, അതിനെ മനസ്സിലാക്കിക്കൊണ്ട് നല്ല തീരുമാനങ്ങൾ എടുക്കാം. അപ്പം ചില രക്ഷിതാക്കളൊക്കെ കുട്ടികൾക്ക് വേണ്ടി ഇങ്ങനെ തീരുമാനങ്ങൾ എടുത്ത് കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ വളരെയധികം സങ്കടം തോന്നാറുണ്ട്. കുട്ടികളെ സംബന്ധിച്ച് അവരുടെ ഒരു കഴിവും ശേഷിയും എവിടെയാണോ എന്ന് ഒരുപക്ഷെ ആ കുട്ടിക്ക് മനസ്സിലായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ അധ്യാപകന് മനസ്സിലായിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് അവിടെ ഫ്രണ്ട്സിന് മനസ്സിലായിട്ടുണ്ടാവും. എങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു രക്ഷിതാവ് നിർബന്ധപൂർവം
ഇവര് എന്റെ വഴിക്ക് തന്നെ നടത്തിക്കൊണ്ടുപോകണം, എന്റെ ഉദ്ദേശങ്ങൾ നിറവേറ്റാൻ ഇവരെ ഉപയോഗിക്കുക എന്ന തലത്തിലേക്ക് അറിഞ്ഞും അറിയാതെയും മാറിപ്പോകുന്നുണ്ടോ എന്ന് പുനഃപരിശോധിക്കേണ്ടതുണ്ട്. ഇവിടെയാണ് ടെൻഷൻ വരുന്നത്. ചിലപ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മളെ തന്നെ നമ്മളിൽ സ്ട്രെസ്സും മൂഡ് ഔട്ടും ഒക്കെ നമ്മൾ തന്നെയാണ്, നമ്മുടെ തീരുമാനങ്ങളുടെ കോൺസിക്വൻസ് ആയിട്ട് വരുന്നതാണ് എന്ന് നമ്മൾ തിരിച്ചറിയുകയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും അവനവന്റെ കഴിവിനെയും അഭിരുചിയെയും ടേസ്റ്റിനും അനുസരിച്ച് അവരവരുടെ തീരുമാനങ്ങൾ അവരെടുക്കട്ടെ എന്ന രീതിയിൽ അവർക്ക് വിട്ടുകൊടുക്കുമ്പോൾ ഞാനായിട്ടെടുത്ത് തീരുമാനവും അവർക്ക് ദുരന്തമായി വരുന്നതിനേക്കാളും അതല്ലേ നല്ലത്? എന്തിനാണ് അവര് ടെൻഷൻ അനുഭവിക്കുന്നത്? പിന്നെ ഞാനും കൂടി എന്തിനാ ടെൻഷൻ അനുഭവിക്കുന്നത് തീരുമാനത്തിന്റെ പേരിൽ? ഇവിടെ നമ്മൾ എടുക്കുന്ന ഇത്തരം തീരുമാനം, കർശനമായ നിലപാടുകൾ നമ്മളെ വളരെ വളരെ വലിയ ദുരന്തങ്ങളിലേക്കും നിരാശയിലേക്കും കൊണ്ടുപോകുന്നു. ബന്ധങ്ങൾ വഷളാവാൻ കാരണമാകുന്നു. അതേസമയം നമ്മളോട് ഒരാള് ഒരു വഴി അന്വേഷിക്കുമ്പോൾ അതിന്റെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങളും വരായികകളെ കുറിച്ചുമുള്ള നമ്മുടെ അനുഭവവും നമ്മുടെ അറിവും പങ്കുവെക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നത് അവർക്ക് ചില വഴികൾ തെളിഞ്ഞു കിട്ടാൻ നല്ലതാണ്. അതപ്പടി പകർത്തുകയല്ല കുട്ടികൾ വേണ്ടത്. അവർ സ്വയം പരിശോധിക്കണം. ഇത് എനിക്ക് ഓക്കെ ആണോ? ഈ തീരുമാനം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആസ്വദിക്കാൻ പറ്റുന്നതാണോ? ഏതുമായി എനിക്ക് മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് സുഖവും സന്തോഷവും ഉണ്ടാകുമോ എന്നൊക്കെ കൃത്യമായിട്ട് അപഗ്രഥിച്ച് തീരുമാനം അവനവന് വേണ്ടി അവനവൻ തന്നെ എടുക്കുകയാണ് ഏറ്റവും നല്ല തീരുമാനം. അങ്ങനെ നല്ല തീരുമാനങ്ങൾ നമ്മളെ നല്ല അവസ്ഥയിലേക്ക്, സന്തോഷത്തിലേക്ക്, ആനന്ദത്തിലേക്കുള്ള വഴികൾ തുറന്നു നൽകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് പല നമ്മൾ പ്രതീക്ഷിക്കാത്ത അസ്വസ്ഥതകളും സങ്കടങ്ങളും വേദനകളും വിഷമങ്ങളൊക്കെ ഒഴിവാക്കി ജീവിതത്തിൽ നമുക്ക് കൂടുതൽ ഊർജത്തോടു കൂടി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.